ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് അംഗം VT അജോമോൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അജോമോൻ, വലിയൊരു അപകടം നടന്നു. അതിന് രക്ഷാപ്രവർത്തനം നടക്കുന്നെങ്കിലും പക്ഷേ ഈ അപകടം ഉണ്ടായിടത്തേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നില്ല. അത്രമാത്രം ഒരു വലിയ പാറമടയാണ്, വലിയ പാറക്കഷ്ണമാണ് അവിടെ വീണിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇതിലിപ്പോൾ കൂടുതൽ NDRFന്റെ ഒക്കെ സഹായം വേണ്ടിവരും എന്നൊക്കെ ചില റിപ്പോർട്ടുകൾ അവിടെ നിന്ന് വരുന്നുണ്ട്. എന്താണ് താങ്കൾ മനസ്സിലാക്കുന്നത് ഈ അപകടത്തെക്കുറിച്ച്? അല്ല, അപകടം അതിരൂക്ഷമായ ഒരു അപകടമാണ്. രണ്ടുപേര് മണ്ണിനടിയിലാണ്, ഹിറ്റാച്ചി ഉൾപ്പെടെ മണ്ണിനടിയിലാണ്. അപ്പൊ ഇപ്പൊ മറ്റ് സംവിധാനങ്ങളൊക്കെ, ഫയർഫോഴ്സ് അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ പോലും അവരെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. അപ്പൊ കൂടുതൽ വൈദഗ്ധ്യം നേടിയ സംഘങ്ങളൊക്കെ വന്നെങ്കിൽ മാത്രമേ ഇപ്പൊ ഈ രണ്ടുപേരെ പുറത്തെടുക്കുന്ന അടക്കമുള്ള രക്ഷാപ്രവർത്തനങ്ങളിലേക്ക് പോകാൻ സാധിക്കൂ എന്നാണ് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? ഇവരെ എത്തിക്കാൻ ഇപ്പൊ NDRFന്റെ ഒക്കെ കയ്യിൽ കൂടുതൽ വലിയ എക്യുപ്മെന്റ്സ് ഉണ്ടാകുമല്ലോ. അപ്പൊ അതിനായി സർക്കാർ തലത്തിൽ എന്തെങ്കിലും നീക്കങ്ങൾ നടത്തുന്നുണ്ടോ? സർക്കാർ തലത്തിൽ അതിന്റെ നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ ഈ പാറമടയിൽ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവിടുത്തെ ഒരു വാർഡ് മെമ്പർ രഞ്ജു എന്ന് പറയുന്ന ഒരു വാർഡ് മെമ്പർ ഇപ്പോൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറയുന്നത് അവിടെ ഒരു വിഭാഗം ജനങ്ങൾക്കൊക്കെ ഈ പാറമട പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചില പരാതികളൊക്കെ ഉണ്ട്. അത് കുറേ നാളുകളായി ഇങ്ങനെ ഉയർത്തുന്നുണ്ടെന്നാണ്, ഇതിന്റെ സുരക്ഷാ പ്രശ്നവും ഭീഷണിയൊക്കെ ബന്ധപ്പെട്ട്. അത് താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? അപ്പോൾ അവിടെ പ്രദേശവാസികൾക്ക് അതുമായി ബന്ധപ്പെട്ട് ചില പരാതികളൊക്കെ ഉണ്ടായിരുന്നു. അവര് രേഖാമൂലമൊക്കെ ചില പരാതികളൊക്കെ നൽകിയിട്ടുണ്ട് എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. പക്ഷെ ആ ഒരു പ്രദേശത്ത് ഇത് മാത്രമല്ല, വേറെ ഒന്ന് രണ്ട് മടകളൊക്കെ ഉണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മറ്റു മടകളൊക്കെ അടച്ചിട്ടിരിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ പറ്റിയത്. ശരി. ഇതിന്റെ ഈ പാറമട ഉടമയെ താങ്കൾക്ക് അറിയാവുന്നതാണോ? എനിക്ക് വ്യക്തിപരമായി പരിചയമില്ല. ആ നാട്ടുകാരനാണെന്നുള്ള രീതിയിൽ അറിയാം, വ്യക്തിപരമായി നമുക്ക് പരിചയമില്ല. ശരി, നന്ദി ശ്രീ VT അജോമോൻ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. എല്ലാ ആളുകളും പറയുന്നതനുസരിച്ച് അത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ് ആ മേഖലയിൽ എന്നുള്ളത് തന്നെയാണ്. ആ ഇടത്തേക്ക് എങ്ങനെയാണ് ഇനി ഇറങ്ങിച്ചെല്ലാൻ കഴിയുക? കാരണം ഒരു ഹിറ്റാച്ചി അടക്കം മണ്ണിനടിയിൽ പാറക്കെട്ടിന് അടിയിൽ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അത്രയും വലിയ കഷണമാണ്, പാറയാണ് താഴേക്ക് പതിച്ചത്. അതിനടിയിലാണ് ഈ ഹിറ്റാച്ചിയും അതിനകത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളും കുടുങ്ങിയിരിക്കുന്നത്. അവരെ പുറത്തേക്ക് എത്തിക്കാനുള്ള മാർഗങ്ങൾ അത് പരമാവധി നോക്കുകയാണ്. കൂടുതൽ വലിയ ഉപകരണങ്ങൾ എത്തിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. താഴേക്ക് ഇറങ്ങുക അത് ദുഷ്കരമാണ്. അത് രക്ഷാപ്രവർത്തകരുടെ സുരക്ഷ കൂടി കണക്കിലെടുത്തായിരിക്കും അത്തരം നടപടികളിലേക്ക് കടക്കാൻ കഴിയുക എന്ന് മനസ്സിലാക്കുന്നു. സുജിത് സുരേന്ദ്രൻ തുടരുന്നുണ്ട്. സുജിത്ത്, ഇപ്പോൾ ജനപ്രതിനിധികൾ ഒന്നടങ്കം പറയുന്നുണ്ട് അവിടെ ആ ഒരു മേഖലയിൽ ഇത്തരത്തിൽ വലിയ പാറമടകളിൽ ഇങ്ങനെയൊരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനം സ്വാഭാവികമായിട്ടും ദുഷ്കരമായിരിക്കും എന്ന് ഒരു പൊതുബോധ്യമുണ്ടല്ലോ. അപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നു ഇവിടെ. വലിയ പാറ താഴേക്ക് പതിച്ചു, അതിനടിയിൽ ഒരു ഹിറ്റാച്ചിയും രണ്ട് തൊഴിലാളികളും കുടുങ്ങിക്കിടക്കുന്നൊരു അവസ്ഥ. ദുഷ്കരമാണ് രക്ഷാദൗത്യം.